ഹലോ ഡിയേഴ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മളിപ്പോൾ ആ കസിൻ വൈഫിൻ്റെ വളകാപ്പ് ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കാം കേട്ടോ. ഞാനും ഹാനിയും ലിഹാൻ ബേബി അവിടെ സെറ്റിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഹാനിയനെ വെച്ചിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്ന് നിന്നാട്ടോ. നമ്മൾ ചെറിയാത്താൻ്റെയും അളിയൻ്റെയും കൂടെ ആട്ടോ പോകണം. അപ്പോൾ അവരുടെ ഉമ്മയും പിന്നെ ഫാത്തിമ ഉണ്ട് കേട്ടോ കാറിൽ. അപ്പോൾ സീറ്റില്ലാത്തതുകൊണ്ട് ഉമ്മ ബസ്സിലാട്ടോ അമ്മായിമാരുടെ കൂടെ പോണത്. അപ്പോൾ ഉമ്മ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 8:30 ആകുമ്പോൾ ഇവർ 10 മണിക്കാട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുട്ടീസൊക്കെ മാറ്റി പുറത്ത് നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ ഭാഗത്തൊക്കെ പെരും മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാളയാറൊക്കെ എത്താനായപ്പോൾ നല്ലൊരു കാലാവസ്ഥ കേട്ടോ. മലകളിലൊക്കെ കോട നിറഞ്ഞിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ ലുലു മാൾ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ്. പിന്നെ അത് ആ ടോള് കഴിഞ്ഞിട്ട് പിന്നെ വാളയാറെത്തി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നല്ല റോഡും നല്ല ക്ലൈമറ്റുമായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഗ്ലാസ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലിഹാൻ ബേബിനെയും കൊണ്ടല്ലോ പോകുന്ന ആൾക്കിപ്പോൾ 2.5 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ ആളുടെ ഫസ്റ്റത്തെ ഒരു ദൂരയാത്രയാട്ടോ. പിന്നെ കുറച്ചെത്തിയപ്പോൾ ട്രാഫിക്കായി. അപ്പോൾ അവിടെ നിന്നപ്പോൾ ഇങ്ങനെ ട്രെയിൻ പോകണമൊക്കെ കണ്ടു. പിന്നെ നമ്മൾ വീടിൻ്റെ വെഡ്ഡിങ് നടന്നിട്ടുണ്ടായിരുന്നു ഷാദി മഹൽ വന്നിട്ടാട്ടോ. കുറേ ഇങ്ങനെ മണ്ഡപങ്ങളുണ്ട്. ഇത് രാശി മഹൽ എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ തപ്പി ഇങ്ങനെ പോകുമ്പോൾ വലിയാത്തി അളിയനും അഫിമോളും പുറത്ത് നിൽക്കും കേട്ടോ. അപ്പോൾ അവനെ കണ്ടപ്പോൾ നമ്മൾ ഇറങ്ങി. അവിടെ എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കുട്ടീനെ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എല്ലാവരും മാറി മാറി എടുക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ ലിഹാൻ ബേബിനെ അവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അത് കുടിച്ചിട്ടാണ് വന്ന്. പക്ഷെ ആനയ്ക്ക് ഇനിയും വേണം പറഞ്ഞിട്ട് ഒരേ വാശിയായിരുന്നു കേട്ടോ. ആൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ചെറിയ ചുമള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഷമാമിൻ്റെ ജ്യൂസായിരുന്നു. പിന്നെ അവൾ അത് വേണം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തൂബയുടെ വീട്ടുകാർ വന്നിട്ട് ഇങ്ങനെ താലം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലായിട്ട്. അവിടുത്തെ പറഞ്ഞല്ലോ എല്ലാം ഡിഫറെൻ്റ് ആട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നല്ല, ഒക്കെ സ്പെഷ്യലായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മുല്ലപ്പൊക്കെ വെച്ച കാലം മറന്നു കേട്ടോ. കാരണം റംഷിക്ക് ഇഷ്ടമല്ല പൂ വെക്കണമെന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ വെക്കാറില്ല. പക്ഷെ അവിടെ പോയപ്പോൾ അമ്മായി ഒരു കവർ പൂ കൊണ്ടിട്ട് എല്ലാവരോടും വെക്കണം എന്നിട്ട് നിർബന്ധം പിടിച്ചു. പിന്നെ തട്ടം കുത്തിയതുകൊണ്ട് തട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അമ്മായിയുടെ തലയിൽ കണ്ട് മുല്ലപ്പൂ. അവിടെ മുല്ലപ്പൊക്കെ ഭയങ്കര സ്പെഷ്യലാട്ടോ. നമ്മളെക്കാളും അവർക്ക് നന്നായിട്ട് ഒരുങ്ങുമല്ലോ. ഒരുങ്ങാൻ പിന്നെ ഓർണമെൻറ്റ്സ് ആയാലൊക്കെ അവർ അടിപൊളിയാട്ടോ. അപ്പോൾ അത് അവിടെ എത്തി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ചെറിയ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ ആട്ടോ പെണ്ണിനെയും ചെക്കനെയൊക്കെ വെച്ചിട്ട്. പിന്നെ നമ്മൾ അവിടെ എത്തിയ സമയത്ത് അവിടെ അത്യാവശ്യം തിരക്കൊക്കെ വന്ന് തുടങ്ങണുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബേബിക്ക് വേഗം ഫീഡ് ചെയ്തു. കാരണം തിരക്ക് വന്നു വെച്ചാൽ പിന്നെ അവനക്ക് വാശി കൂടുമെന്നുള്ളതിൽ പിന്നെ ബുദ്ധിമുട്ടാവും പാൽ കൊടുക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് വേഗം ഫീഡ് ചെയ്തു. പിന്നെ ഉമ്മാടയിൽ കൊടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ടെ. അപ്പോൾ ഞാൻ കയ്യിലിട്ടൊന്നിങ്ങനെ ആട്ടിയപ്പോൾ ആൾ സുഖമായെന്ന് ഉറങ്ങി. അപ്പോൾ ഉമ്മാടയിൽ കൊടുത്തിട്ട് ഉമ്മ പറഞ്ഞു നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലൊരു ഹാളുണ്ട് കേട്ടോ. അവിടെയാണ് ഫുഡ് കൊടുക്കുന്നത്. അത്യാവശ്യം വലിയൊരു ഹാളായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മായിമാരനൊക്കെ ഒരു വീഡിയോ എടുത്താട്ടോ നമ്മൾ മുകളിലേക്ക് കയറുന്ന സമയത്ത്. അപ്പോൾ ഇതാ ഹാനിയും അഫിമോളൊക്കെ ഉണ്ട്. അവരൊക്കെ ഓടി കളിക്കുക കേട്ടോ. ആൾക്കിങ്ങനെ കുറച്ച് വിശാലമായ സ്ഥലം കിട്ടിയാൽ പിന്നെ രണ്ടാൾക്ക് ഓടി കളിക്കാനൊക്കെ മിടുക്കാരാണ്. പിന്നെ ഷെയ്ഖമോളിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒറ്റപ്പാലത്താണ് റംഷി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവിടുത്തെ ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണിയും ചില്ലിയും പിന്നെ ഒരു കുമ്പളങ്ങയുടെ ഹൽവയൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഈ കുമ്പളങ്ങ ഹൽവയൊന്നും കല്യാണത്തിന് കണ്ടിട്ടില്ല. പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഹാനിയുടെ തലയിൽ കണ്ട മുല്ലപ്പൂ ഞാൻ ക്രാബിൻ്റെ ഫ്ലവറിൻ്റെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പൂവൊന്നും അങ്ങനെ വെക്കാത്തതുകൊണ്ട്. പക്ഷെ അവിടെ പോയപ്പോൾ എല്ലാവരും നിർബന്ധിച്ചിട്ട് അവളുടെ തലയിലും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമാട്ടോ ഇങ്ങനെ വെക്കണമൊക്കെ. പിന്നെ ഫുഡ് കഴിച്ച് താഴെ വന്ന് ഐസ്ക്രീമൊക്കെ ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അലയും കോൾമിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ ഇതാ കുട്ടീസ് കഴിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പരിപാടി തുടങ്ങുള്ളൂ കേട്ടോ. അതിന് മുന്നേ കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടാണ്. അവരെല്ലാവരും കൂടി ആയിട്ട് നമ്മളും സ്റ്റേജിൽ കയറി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം തിരക്കൊക്കെ ആയി. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ കണ്ടോ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ വന്നവർക്ക്. അമ്മായി ആട്ടോ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ അത് തുറന്ന് നോക്കിയപ്പോൾ അതിൽ 2 വളയും പിന്നെ ഒരു ബേബി ഷവറിൻ്റെ ഒരു കാർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ മാരേജ് പിക്ക് വെച്ചിട്ടുള്ളൊരു ചോക്ലേറ്റ് പിന്നെ വേറെ 2 മിഠായി വേറെ ഇട്ടാ. അപ്പോൾ വള നമ്മൾക്ക് ഇടാനുള്ള കേട്ടോ. ഞാൻ വിചാരിച്ചു പെണ്ണിന് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഈ വളകാപ്പ് പറയുമ്പോൾ വള ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ഇത് ആദ്യമായിട്ടാട്ടോ കാണുന്നത്. പക്ഷെ നല്ല എല്ലാവരും ഹാപ്പി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഹാനിയതാ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ആൾക്ക് കുത്തുന്ന ഡ്രസ്സൊക്കെ ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ എന്താ അറിയില്ല കുറച്ച് നേരം ഇടുമ്പോൾ പിന്നെ വാശിയാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് മാറ്റി വെച്ചു. പിന്നെ അമ്മായിയുടെ തലയിലൊക്കെ ഉണ്ടോ മുല്ലപ്പൂ. അവിടെ ഭയങ്കര അടിപൊളിയാട്ടോ മുല്ലപ്പൂ കൊണ്ടും അങ്ങനെയൊക്കെ നമ്മളുടെ നാട്ടിനെ പോലെയൊന്നും അല്ല. ഈ ഫംഗ്ഷനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട്. കാരണം എൻ്റെ
പ്രഗ്നൻസി സമയത്തും ഇങ്ങനത്തെ ഫംഗ്ഷനൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ വളകാപ്പ് ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. എല്ലാവരും 2 വള വെച്ച് ഇട്ട് കൊടുക്കുക. അത് പൊട്ടാൻ പറ്റില്ല അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് തോന്നിട്ട്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. അപ്പോൾ അതെല്ലാവരും ഒരു ഉമ്മയാട്ടോ വള എല്ലാവർക്കും എടുത്തു കൊടുക്കണേ. അപ്പോൾ അവർ എടുത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ചന്ദനം എന്തൊക്കെയോ കവിളിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവളുടെ വീട്ടുകാർ കൊണ്ടുവന്ന സാധനങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഫ്രൂട്ട്സ് ഉണ്ട്, പലഹാരങ്ങളുണ്ട്, അങ്ങനത്തെ സംഭവങ്ങൾക്കുണ്ട്, റോജ അങ്ങനത്തെ ഉണ്ട് കേട്ടോ, പഴം, അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഓരോരുത്തർ അവളിനെ ആശീർവദിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൂടെ പോയിട്ട് അത് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചന്ദനം. കാരണം നമ്മൾ ആദ്യമായിട്ട് കാണില്ല. അപ്പോൾ ഇതുപോലത്തെ ഫംഗ്ഷൻ വരുമ്പോഴേ നമുക്കിതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളതുകൊണ്ട് ഞാനും ഒക്കെ തേച്ചൊക്കെ കൊടുത്തു. വളയൊക്കെ ഇട്ട് കൊടുത്തു. പൊട്ടാണ്ട് ഇട്ട് കൊടുക്കണം. ഒരു കൈക്ക് ഫുള്ള് റോസാ കൊണ്ടിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉമ്മ എനിക്ക് റോസാ തന്നെ. അപ്പോൾ ഈ കയ്യിൽ തന്നെ ഇടണം പറഞ്ഞു കേട്ടോ. പിന്നെ അമ്മായി എല്ലാവരും വിളിക്കാം കേട്ടോ, വളയിട്ട് കൊടുക്കുക പറഞ്ഞിട്ട്. അതൊക്കെ ഒരു അടിപൊളി ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു. പിന്നെ ലിഹാൻ ബേബിനെ കൊണ്ട് ഞാൻ ആൾ കരയോ വാശി പിടിക്കുമോ എന്നൊക്കെ വിചാരിച്ചു. കാരണം ഫസ്റ്റത്തെ യാത്രയുള്ള ഇതുപോലെ ദൂരെ യാത്രയൊന്നും പോയില്ല. ആ ഹോസ്പിറ്റലിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവനെ കൊണ്ട് ബുദ്ധിമുട്ട് വിചാരിച്ച ആൾ മാഷാഅല്ലാ ഒരേ ഉറക്കമായിരുന്നു കേട്ടോ. ചെറിയാത്ത എടുത്തിട്ടായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇത്രയ്ക്കുള്ളൂ കേട്ടോ വിശേഷം. പക്ഷെ അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ ഭയങ്കര അടിപൊളി ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ. ഇങ്ങനെ മഞ്ഞ് മൂടിയൊരു ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ ആ വാളയാറ് ഇങ്ങോട്ട് കിടന്നത് പെരും മഴയായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. അതുവരെയും നല്ലൊരു മഞ്ഞ് മൂടിയ നല്ലൊരു തണുപ്പുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇത്രയ്ക്കുള്ള വീഡിയോ നമ്മൾ പിന്നെ വീട്ടിലേക്ക് കുറച്ച് കഴിഞ്ഞതും വന്നു കേട്ടോ. പിന്നെ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത്രയ്ക്കുള്ളൂ കേട്ടോ നമ്മളുടെ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വളകാപ്പ് ഫംഗ്ഷൻ എല്ലാവർക്കും ഇഷ്ടമായോ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.